ബിആർ ഗുരുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എന്താ പറയാ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോബാണ് ഞങ്ങള്. റെഡിമെയ്ഡ്സ് ടോപ്പുകൾ ഞങ്ങള് തന്നെ റണ്ണിങ് എടുത്തിട്ട് ഞങ്ങള് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ടോപ്പുകളെല്ലാം. ഞങ്ങള് തന്നെ അച്ഛനും അമ്മയ്ക്കായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഡ്രസ്സുകളാണ് ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ ആൾക്കാരും യൂട്യൂബ് ചാനല് സ്റ്റാർട്ടായിട്ട് എന്താ കുറച്ചുകൊണ്ട് ആയി കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സെയിൽ ചെയ്യാൻ നോക്കുക. സാരി പ്രൊഡക്ട്സ് ആണെങ്കിലും ടോപ്പ് ഡ്രസ്സുകൾ അങ്ങനെ പലതായിട്ട് സെയിൽ ചെയ്യാൻ നോക്കുക. പക്ഷെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ടോപ്പിന്റെ ബിസിനസ് ഉണ്ട്. അത് നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വീഡിയോ ആണ് എന്നിട്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, നമുക്ക് ഇങ്ങനെ ഒരു ടോപ്പിന്റെ ബിസിനസ്സും കൂടി ഉണ്ട്. നമ്മൾ ഓൾറെഡി വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങളെല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളിത് കൂടുതൽ ഫീൽഡിലാണ് ഞങ്ങൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും നമ്മളോട് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്, നിങ്ങളെ ഞങ്ങളൊന്ന് കാണിച്ചു തരുവാണ്. ഇപ്പൊ ഇങ്ങനത്തെ ടോപ്പ് അതായത് 4 സൈസ് അളവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഈ 4 അളവിലാണ് ഞങ്ങള് ലേഡീസ് കുർത്തകള് കൊടുക്കുന്നത്. അതെ. അപ്പൊ അത് ഇങ്ങനെയാണ് ഞങ്ങളത് മേക്ക് ചെയ്യുന്നത്. ഇതിപ്പോ മീഡിയം സൈസിലുള്ളതാണ്. ഇതാണ് മീഡിയം സൈസ് ഐറ്റം വരുന്നത് ഞങ്ങൾ കേട്ടോ. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ വേറൊരു പ്രത്യേകത പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് തയ്ക്കുന്നത് കൊണ്ട് ഞങ്ങള് കറക്റ്റ് അളവായിരിക്കും. അത് പലരും പറയുന്നായിരുന്നു. അതായത് കൃത്യം അളവായിട്ട് വെക്കും ഞങ്ങള്. പിന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ആൾട്രേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഷോൾഡർ ഇറങ്ങി, അതല്ലെങ്കിൽ കഴുത്തിറക്കം കൂടിപ്പോയി, സ്ലിറ്റ് പിടിച്ചു, ഇങ്ങനെയുള്ള പരാതികളൊന്നും ഉണ്ടാവാറില്ല. ഇതുവരെ ആരും നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അത് ഞങ്ങള് എന്താ പറയാ കൃത്യമായിട്ടുള്ള അളവ് ഞങ്ങൾ വെച്ച് അളവാണ്. മീഡിയം തന്നെ ഒരു വ്യത്യാസം വരത്തില്ല. ഇവിടുത്തെ പിടുത്തോ അങ്ങനെ ഒന്നും വരില്ല. അതുപോലെ തന്നെ ലാർജ് എന്ന് പറയുമ്പോ കൃത്യമായിട്ട് 40 സൈസ് ഉണ്ടാവും, വണ്ണുണ്ടാവും. 40 സൈസ് കറക്റ്റ് ചെയ്ത് വെക്കും. 38 സൈസാണ് മീഡിയത്തിന് വെക്കുന്നത്. ലാർജിന് 42 സൈസാണ്. 44 ആണ് ഡബിൾ എക്സൽ വരുന്നത്. അത് കൃത്യമായിട്ട് ഉണ്ടാവും ഇതില്. അതാണ് പ്രത്യേകത. അപ്പൊ ഒരുപാട് ആൾക്കാർ, ഞാൻ തന്നെ ഫീൽഡിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയും, നമ്മൾ കടകളിൽ നിന്ന് എക്സലിന് മേടിച്ചാൽ പോലും ലാർജിന്റെ വണ്ണം കിട്ടാറില്ല, ഇത് കൃത്യം വണ്ണാണല്ലോ, നല്ല അളവാണല്ലോ എന്ന് പറയാവുന്നവരുണ്ട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഷെയ്ഡില് ചോക്ലേറ്റ് കളർ, മഞ്ഞ റെഡ് മിക്സ് ആയിട്ടൊരു കളർ. ചോക്ലേറ്റ് അത്ര ഇല്ല, അത്ര ബ്രൗൺ അല്ല, ചെങ്കല്ല് കളർ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു കളർ. അതിലേക്ക് ഇതിന്റെ ബോർഡ് അജറക്കാണ്. അജറക്ക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബോർഡ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത്. ഇതൊരു ഓറഞ്ചിൽ വരുന്ന ഒരു കളറാണ്. ഓറഞ്ചിൽ ഒരു ബ്ലാക്ക് ബോർഡ് ആയിട്ടുള്ളത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ, നല്ല സ്റ്റൈലാണ്. അതെ, നല്ല രസമുള്ള കളറുകളാണ്. ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2 ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ പൂരത്തിനും വേലയ്ക്കും വയലിക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങള് 10-12 പ്രൊഡക്ട്സ് അവർക്ക് വേണ്ടി കൊടുക്കും. ഇങ്ങനെ സെയിൽ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു മുൻപ്. കാരണം ഞങ്ങള് വലിയ വീഡിയോ ഞങ്ങള് ഇതുവരെ ഇതിനെ കുറിച്ച് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് മാത്രമാണ് നമ്മളിങ്ങനെ ഇട്ട്. അതെ. പിന്നെ ഇത് വെള്ളയിൽ വരുന്നതാണ്. വെള്ള മീൻസ് ഒരു ക്രീം അതിൽ വരുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ അടിയിൽ ഇങ്ങനെ പിങ്ക് കളർ വരും. അങ്ങനത്തെ ഒരു സ്റ്റൈൽ അടിഭാഗത്ത് തന്നെ പിങ്ക് കളറിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ സൈഡ് ഭാഗത്തായിട്ട് ഇതേപോലത്തെ ഫ്ലവേഴ്സിന്റെ ഫ്ലവർ ഉണ്ടാവും. അത് ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇതിന്റെ തന്നെ വേറൊരു കളറാണ്. ഇത് പിങ്കിലാണ്, വൈറ്റ്. ഇത് ബ്ലൂ കളറില്, ബ്ലൂവിൽ വന്നിരിക്കുന്നത്. നീലയും കറുപ്പ് ഇങ്ങനെ വന്നിരിക്കും. നമ്മൾ ഈ ചെണ്ട, കഥകളി അങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ കാണുമല്ലോ, അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡ്. അതെ, ഇതിന്റെ അതേ സെയിമിൽ തന്നെയാണ് വരിക, ഡിസൈൻ വരിക ഫ്രണ്ടിലും പുറകിലും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ്
നമ്മളെ അടുത്തുള്ളത്. അപ്പൊ ഇതൊരു ഐറ്റമാണ്. പിന്നെ ഇതൊക്കെ നല്ല മറ്റേ എന്താ പറയാ ഫുൾ കോട്ടൺ ആണ് ഇതെല്ലാം കേട്ടോ. നല്ല സ്റ്റഫാണ്. കോട്ടൺ വേനൽക്കാലത്ത് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന അതെ നല്ല സ്റ്റഫാണ്. ഒരു കോട്ടണിൽ വരുന്ന സ്റ്റഫുകളാണ് ഇത്. ഗുജറാത്ത് ജയ്പൂര് ടൈപ്പ് ഫുള്ളായിട്ട് പ്രിന്റ് വരുന്നത്. ഫുൾ പ്രിന്റ് വരുന്നത് അങ്ങനെ വരുന്ന അതെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ഇതുപോലെ തന്നെ വേറെയും ഒരുപാട് ഐറ്റംസുകളും പ്രിന്റുകളും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ ഇതേപോലത്തെ കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞങ്ങളിൽ ഇങ്ങനത്തെ ഇപ്പൊ കാണിച്ചു തരാൻ പറ്റുന്ന ഈ മോഡൽസ് ആണ് ഇപ്പൊ ഉള്ളത്, കയ്യിലുള്ളത്. ഞങ്ങളുടെ ഇനിയും മുന്നുണ്ടായിരുന്നു കുറെ മോഡൽ ഉണ്ടായിരുന്നു, ഇനി വരുന്നുണ്ട് കുറെ മോഡൽസ് തന്നെയുണ്ട്. അപ്പൊ ഇതേപോലത്തെ നല്ല വെറൈറ്റി മോഡൽസും കുർത്തീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ നല്ല സുഖമാണ്. നമുക്ക് ചൂടത്താണെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന ടൈപ്പാണ്. അപ്പൊ ഇതേപോലത്തെ കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ വാട്സപ്പിന്റെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാവും. അതിൽ കയറിയിട്ട് കുർത്തീസ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതിയാകും. നമ്മളിപ്പോ റിപ്ലൈ അയക്കുന്നതായിരിക്കും. റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ മോഡൽസ്. ഇനിയുണ്ട് ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞല്ലോ. ഏകദേശം ഒരു 10 തരത്തിലുള്ള ജുബ്ബകൾ എൻ്റെ ഉണ്ട്, കുർത്ത ഉണ്ട്. ഇതേപോലത്തെ കുർത്തകൾ, ഷോർട്ട് കുർത്തകൾ അച്ഛൻ്റെ ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇതേപോലത്തെ കുറെ ഉണ്ട്. അത് ഇതേപോലത്തെ സ്റ്റെഫില് ഇതേപോലത്തെ വെറൈറ്റി പ്രിന്റിലൊക്കെ വരുന്ന കുർത്താസ് ആണ്. അത് നിങ്ങളുടെ നമ്മളിപ്പോ വീഡിയോ കാണുന്നത് നമുക്ക് മനസ്സിലാവുണ്ടാവും. അതേ ക്ലോത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുർത്താസ് ആണ് ഇങ്ങനത്തെ മോഡലൊക്കെ. ആലോചിക്കേ, അങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ചെയ്യാൻ പറ്റും സംഭവത്തിൽ. ഇതൊക്കെ എന്ന് വെച്ചാൽ തയ്ക്കണത് ഡിസൈൻ ചെയ്യണത് ഒക്കെ എന്റെ അമ്മയാണ്. ആണ് പേര്. സൂപ്പർ ആയിട്ട് ചെയ്യില്ലെങ്കിൽ ഈ കുർത്ത വെക്കാൻ അടിപൊളിയല്ലേ, സുഖമായിട്ട് ഇതൊക്കെ ഉണ്ടല്ലേ വീനക്ക് അങ്ങനെയൊക്കെ. ഇത് ഈ ടൈപ്പ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. വേറെ നമുക്ക് മുന്നത്തെ വീഡിയോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അടിപൊളിയായിട്ട് അമ്മ ചെയ്യും, സൂപ്പറായിട്ട് ചെയ്യും. ഈ കാണുന്ന മോഡൽസ് ഒക്കെ അതെ അളവിന്റെ കാര്യത്തിലാണ്. ഒരു തുമ്പങ്ങ് മാറിയാൽ മതി, തീർന്നാലോചിക്കും. അത്ര അളവ് കൃത്യമായിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അടിപൊളി തയ്ക്കുന്ന ആളാണ് അമ്മ. അങ്ങനെ കുർത്താസ് ഒക്കെ ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മൾ അടുത്തൊരു പർപ്പിൾ കളറുള്ള ജുബ്ബയുടെ വീഡിയോ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ക്യാമറ വെച്ചിട്ട് ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുണ്ടിന്റെ സൈഡിലായിട്ട് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ഓണം ആ സമയത്ത് മുൻപ് ട്രെൻഡായിരുന്നു. ഇപ്പം ട്രെൻഡൊക്കെ കുറെ മുണ്ട് പോയിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോ വെച്ചാൽ മുണ്ടുണ്ടല്ലോ, ഉടുക്കാറില്ല അത്. ഇപ്പൊ മുണ്ട് പാന്റ് പോലെ എലാസ്റ്റിക് ഇങ്ങനെ ഇടാ, കറക്റ്റ് പാന്റ്. പക്ഷേ മുണ്ട് ആ ടൈപ്പ് ഒക്കെ ഒട്ടിക്കുന്നത് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എലാസ്റ്റിക് ടൈപ്പ് പാന്റ് പോലെ. അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇനിയാണ്ട് വേനൽക്കാല ചൂട് കൂടി വരും. അപ്പൊ കോട്ടൺ തുണികളാണ് നമ്മളോടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരെയും റെഫർ ചെയ്യാൻ നമ്മളോട്. ഏറ്റവും കൂടുതൽ കോട്ടന്റെ ഉപയോഗിക്കൂ എന്ന് പറയാം. അപ്പോ നമ്മളെടുത്ത് ഉള്ളതും ഇനി വരാൻ പോകുന്ന ഐറ്റംസുകളും എല്ലാം ഫുൾ കോട്ടൺ ആയിരിക്കും. കംപ്ലീറ്റ് നല്ല കോട്ടന്റെ നമുക്ക് ഏത് ചൂട്ടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കും. ചൂട്ടത്തും അതെ, ഏത് ചൂടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റം. ഏപ്രിൽ മാസത്തിലേക്ക് തൃശ്ശൂർ പൂരം നല്ല ചൂടായിരിക്കും. ഞങ്ങളെ ഒരു ബാൽക്കണി സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ തന്നെ നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ അതായത് മറ്റേ സർക്കാർ പറയണത് രാവിലെ 11 മണി മുതൽ ഉച്ച 3 മണി വരെ ആരും പുറത്തിറങ്ങരുത്, നേരിട്ടുള്ള വെയില് കൊള്ളരുത്. സൂര്യാഘാതം അത്രയും ചൂടാണ്. പിന്നെ നമുക്ക് എന്താന്ന് പറയാ, ദാഹമില്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക നമ്മള്, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് വാട്സപ്പിന്റെ കസ്റ്റമേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അത് നമ്മൾ പുതിയ മോഡല് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളത് എന്താ പറയാ സെൻഡ് ചെയ്ത് കൊടുക്കും നമ്മൾ. അപ്പൊ അവർക്ക് അത് വേണം എന്ന് പറയുമ്പോൾ അത് നമ്മളോട് എത്തിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മള്. അപ്പൊ അതുപോലെ ഇതില് ആവശ്യക്കാരുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതില് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് അതില് എന്താ പറയുക ടോപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് നമ്മളതിന്റെ മറ്റുള്ള കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് എന്താണെങ്കിലും അടുത്ത പുതിയ മോഡൽസിന്റെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇവിടെ അടുത്ത് തൃശ്ശൂർക്ക് അടുത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ തന്നെ കൊടുക്കുന്നത് സാധാരണ. പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കൊറിയർ സർവീസ് വഴി അയച്ചു തരും ഞങ്ങൾ. സംഭവം അതെ. അപ്പൊ എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ഹായ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളത് എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് വിശേഷങ്ങളാണ് ഇന്നത്തത്. ഇനി നമ്മൾ കാണാൻ പോണ വീഡിയോസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടുത്തെ സാധാരണത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആവും.
പിന്നെ അടുത്ത ശനി തൊട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ശനി വരെ നമ്മള് കുറച്ച് യാത്രകളൊക്കെ പോകും അല്ലേ? നമ്മള് പോണത് വരാൻ പോണ വീഡിയോയിലൊക്കെ കാണാൻ എല്ലാവരും സർപ്രൈസ് അടിക്കാൻ നല്ല നല്ല കാഴ്ചകളൊക്കെ ആവും. വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കാണാൻ പോണത് കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് മറ്റേ ശിവരാത്രിയാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചാവക്കാട് വിശ്വാസക്ഷേത്രത്തില് നന്ദഗോവിന്ദം ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോ നമ്മള് അടുത്ത് തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും അത് ആസ്വദിക്കാം, കാണാം. ഓക്കെ, സുഖമായിട്ട്. അപ്പൊ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.